ഹലോ, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ആരി വർക്കിന് വേണ്ട അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓരോ ഐറ്റങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിലാണ്. ഒരുപാട് ടൈപ്പ് നീഡിൽസ് ഉണ്ട്, എന്നാലും പ്രധാനമായിട്ടും വരുന്നത് ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലും അതുപോലെ ഇതുപോലത്തെ അയൺ നീഡിലും വുഡൻ നീഡിലുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ ഏത് നീഡിൽ വെച്ച് സ്റ്റാർട്ടിങ് ചെയ്താലാണ് നമ്മുടെ വർക്ക് ഈസിയായി ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇതാണ് ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ. ഇതിന് നീഡിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് നീഡിലിന് നമ്പർ ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാനും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾക്കൊക്കെയാണ്. ഈ നീഡിൽ ഇതുപോലെ ഈ ഒരു ഭാഗം കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ എപ്പോഴും നമ്മൾ അരി വർക്ക് ചെയ്യുമ്പോൾ നീഡിലിങ്ങനെ തിരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗം വെച്ചായിരിക്കും നമ്മൾ ഭൂരിഭാഗം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതുപോലെ നൂല് സാധാരണ മെഷീൻ ത്രെഡ് അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്ത് ഇങ്ങനെ ചുറ്റിക്കൊടുത്ത് ഇവിടെ ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പും കിട്ടും. ഇവിടെ ഒരു റൗണ്ടായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഇതാണ് ടുലിപ്പ് ബ്രാൻഡിൻ്റെ. ഇത് 40 നമ്പറാണ്, ഇത് 10 ആണ്, ഇത് 13 നമ്പറാണ്. ഇങ്ങനെ 23, 24 ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് വെച്ചിട്ടും ബീഡ്സ് വർക്ക് ചെയ്യും. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ടുലിപ്പ് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് പഠിക്കുന്ന ടൈമിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് നോട്ടും എൻഡ് നോട്ടും അതുപോലെ ചെയിൻ സ്റ്റിച്ചും ഇടാൻ പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ടൈപ്പ് നീഡിലുകൾ എസ്പെഷ്യലി ഈ ഒരു നീഡിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളപ്പം ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാനും ചെയ്ത് പഠിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊരു തോന്നലുണ്ടാവും. അതിന് പകരം നമ്മൾ ഈ ഒരു നീഡിൽ ഇതിൻ്റെ ടിപ്പ് കുറച്ചും കൂടെ വുഡൻ നീഡിൽ അതുപോലെ മെറ്റൽ വെച്ചിട്ടുള്ള ഒരു നീഡിലും യൂസ് ചെയ്യണതിനൊക്കെ കുറച്ചും കൂടെ ഇവിടെ ഒരു ബെൻഡ്, ഈ ടിപ്പിൽ കുറച്ച് ബെൻഡ് കൂടുതലായിരിക്കും ഈ ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലിന്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ത്രെഡ് വലിച്ച് എടുക്കാൻ പാകത്തിന് ഈസി ആയിരിക്കും കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ യൂസ് ചെയ്ത് പഠിക്കുകയായിരിക്കും നല്ലത്. ഒരുവിധം നമ്മൾ സൂചി അതുപോലെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചൊക്കെ കൈകാര്യം ചെയ്യാറായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു നീഡിൽ യൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത് ഞാൻ പഠിച്ച ഒരു രീതി, ഞാൻ പ്രൊഫഷണലി ട്രെയിൻ ചെയ്തല്ലേ, ശരിക്കും നമ്മൾ യൂട്യൂബ് നോക്കി വീഡിയോസ് നോക്കി തന്നെ അത് മാത്രം കൊണ്ട് പഠിച്ചാണ്. ഞാൻ ഓഫ്ലൈൻ ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ നമുക്ക് ആരി വർക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ. എസ്പെഷ്യലി നമ്മളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതാണ് മെറ്റൽ നീഡിൽ. ഇത് നമുക്ക് അത്യാവശ്യം ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നീഡിലാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആരി വർക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തെ ത്രെഡും ബലം പിടിക്കും, ഈ ഒരു നീഡിലും ബലം കൊടുക്കും. നമ്മളെപ്പോഴും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരി വർക്ക്. രണ്ട് കൈയും നമ്മൾ ഫ്രീ ആയിരിക്കണം, എന്നാൽ കുറച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു ടൈറ്റ് ആ ഒരു നൂലിൽ വേണം താനും. പക്ഷെ നമ്മൾ രണ്ട് കൈയും ബലം പിടിക്കരുത്. ബലം പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് താഴെ നൂല് സ്റ്റക്കാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ എനിക്കുണ്ടായ മിസ്റ്റേക്കുകളാണ് ഞാൻ ഇവിടെ പറയണത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ തന്നെ ബീഡ്സ് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നത് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരും. അപ്പോൾ അതിന് പകരം ഈ ഒരു നീഡിൽ കിട്ടുവാണെങ്കിൽ യൂസ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ ത്രെഡ് വർക്കും ഈ ഒരു ടൈപ്പ് നീഡിൽ തന്നെ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കറക്റ്റായിട്ട് ഇടാനും അതുപോലെ തന്നെ ബീഡ്സ് കറക്റ്റായിട്ട് വലിച്ചെടുക്കാനും പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടൈപ്പ് നീഡിൽ യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നീഡിൽ എന്നുള്ളത്. ടുലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയാണ്, ചെറിയ ബീഡ്സാണ്. വലിയ ബീഡ്സൊക്കെ നമുക്ക് ഇവിടം വരെയൊക്കെ എന്നാലും ഇവിടം നിന്ന് അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയുക വീതി കൂടിയ ഭാഗമായതുകൊണ്ട്
ബീഡ്സ് ഇത്രയാണ് കയറുള്ളൂ. അത് ചെറിയ ബീഡ്സ് ആണെങ്കിലും വലിയ ബീഡ്സ് ആണെങ്കിലും മാക്സിമം ഇത്ര വരെ കയറുള്ളൂ. ഇതാണ് മെറ്റൽ നീഡിൽ. മെറ്റൽ നീഡിലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. ഇത്രയും മെറ്റൽ നീഡിൽ കൊള്ളും. ബീഡ്സ് വർക്ക് ചെയ്യാനുള്ള നീഡിൽ തന്നെയാണിത്. വുഡൻ നീഡിൽ കണ്ടോ, ഇത്രയും ബീഡ്സ് നമുക്ക് എടുക്കാം. ഇതിലും ഈ ടിപ്പ് വരെ നമുക്ക് ബീഡ്സ് എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാം. ബീഡ്സ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഈ നീഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സ്പീഡ് കിട്ടും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു നീഡിൽ ബലം കൊടുക്കണ കാരണം ഇതിങ്ങനെ വിട്ടു പോരുന്ന കാരണം നമുക്ക് പഠിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്ന് പലർക്കും തോന്നലുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കാതെ നമ്മൾ കിട്ടില്ല എന്നുള്ളൊരു ഇതിൽ പോകും. കാരണം ഈ നീഡിലിൻ്റെ വ്യത്യാസമാണിത്. ഇത് ഇത്രയും തിന്നാണ്. ഇത് നമുക്ക് ശരിക്കും ത്രെഡ് വർക്ക് ചെയ്യാനും ചെറിയ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നീഡിലാണിത്. പക്ഷേ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു നീഡിൽ തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പം. ചെയിൻ സ്റ്റിച്ച് ഇടാൻ ഏറ്റവും എളുപ്പം. എസ്പെഷ്യലി ചെറിയ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. നോർമൽ മെഷീൻ ത്രെഡ് യൂസ് ചെയ്ത് പഠിക്കാതിരിക്കുക. ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ത്രെഡ് തന്നെ സെലക്ട് ചെയ്യുക. അത് യൂസ് ചെയ്ത് എൻഡ് നോട്ടും സ്റ്റാർട്ട് നോട്ടും അതുപോലെ ചെയിൻ സ്റ്റിച്ചും ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരിയുടെ ബേസിക് പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. ചെയിൻ സ്റ്റിച്ചാണ് ആരി വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ നീഡിലുകളൊക്കെ ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമുക്ക് ലോക്കലി സ്റ്റോറിൽ കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് പോയി നോക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്കിതൊക്കെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിക്കുമ്പോൾ സ്റ്റോറിൽ പോകുമ്പോൾ നമുക്കിതൊക്കെ മിക്കവാറും ചെറിയ തുരുമ്പുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ട, കുഴപ്പമില്ല. നമ്മൾ ഈ നീഡിൽ ഒടിഞ്ഞിരിക്കുക, അതുപോലെ ഈ ടിപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഇതുപോലെ ബെൻഡ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് വാങ്ങുക. ടുലിപ്പ് ബ്രാൻഡുകളിൽ ഈ ബെൻഡ് അങ്ങനെ വലിയ കംപ്ലയിൻറ്റ് കണ്ടിട്ടില്ല. പക്ഷേ പൊതുവെ ഇങ്ങനത്തെ നീഡിലുകളിൽ കംപ്ലയിൻറ്റുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. ഇതുപോലെ വളഞ്ഞിരിക്കണം. ഇത് ഞാൻ വർക്ക് ചെയ്ത് വളഞ്ഞതാണ്. എടുക്കുന്ന ടൈമിൽ ഇതുപോലെ വളവുള്ളതോ അല്ലെങ്കിൽ ഇവിടെ ബെൻഡ് ഇല്ലാതെ ഈ ടിപ്പ് വിട്ടുപോയി ഒടിഞ്ഞിരിക്കുന്ന നീഡിലുകളും ഉണ്ടാവാറുണ്ട് ഷോപ്പുകളിൽ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അടുത്തുള്ള ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നീഡിലുകൾ. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് നോട്ട്, ചെയിൻ സ്റ്റിച്ച്, എൻഡ് നോട്ട് ഇടാനാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരിയുടെ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്